വേദിയിലിരിക്കുന്ന എല്ലാ മുഖ്യ അതിഥികൾക്കും, ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന അതിലും മുഖ്യമായ അതിഥി എന്ന് പറയില്ല, ഈ കുടുംബാംഗങ്ങൾക്കും നമസ്കാരം. മുഖ്യ അതിഥി എന്ന് പറയുന്നേക്കാളും കുടുംബാംഗങ്ങൾ എന്ന് പറയാൻ കാരണം MEC7 തുടങ്ങിയ സമയം മുതൽ ഇതിൻ്റെ ഒരു ഭാഗമായ ഒരു ഡോക്ടറാണ് ഞാൻ. ഇതിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക എന്നത് MEC7 എന്ന ബ്രാൻഡ് ഞാൻ പിന്നീടാണ് അറിഞ്ഞിരിക്കുന്നത്, എൻ്റെ പേഷ്യൻസിലൂടെ. അല്ലാതെ ഇവരാരും വന്നിട്ട് എൻ്റെ അടുത്ത് ഇത് പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ പേഷ്യൻസിൻ്റെ അടുത്ത് പലപ്പോഴും, ഞാനൊരു ഡയബറ്റോളജിസ്റ്റാണ്, പേഷ്യൻസിൻ്റെ അടുത്ത് നിന്ന് പലപ്പോഴും ഷുഗർ എന്നും ഹൈ ആയി നിൽക്കുന്ന പേഷ്യൻസിൻ്റെ അടുത്ത് നിന്ന് വരുമ്പോൾ പെട്ടെന്നൊരു മാറ്റം, ഞാൻ കൊടുത്ത മരുന്നിൻ്റെ മാറ്റമല്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു എക്സസൈസ് ഗ്രൂപ്പ്, അന്നത് തുടങ്ങിയ സമയമാണ്, അധികം ആൾക്കാർക്കൊന്നും അറിയില്ല. അപ്പം ഇങ്ങനെ ഒരു എക്സസൈസ് ഗ്രൂപ്പ് ഉണ്ട്, അതിലിങ്ങനെ പോയി, അപ്പം നല്ല മാറ്റമുണ്ട് ഡോക്ടറെ എനിക്കും. അപ്പം നമ്മൾ വ്യായാമം വാക്കുകൊണ്ട് പറയെങ്കിലും അത് ചെയ്യാനുള്ള സൗകര്യമോ സ്ഥലമോ സംവിധാനങ്ങളോ ഒന്നും നാട്ടിലുണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അതുകൊണ്ട് നമ്മൾ പറയും വ്യായാമവും ഭക്ഷണരീതിയും ഒക്കെ പറഞ്ഞു കൊടുക്കും, പക്ഷെ ചെയ്യാനുള്ള സൗകര്യമില്ല. വീട്ടു ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങി നടക്കാനോ പോവാനോ അതിനുള്ളൊരു സംവിധാനം നമുക്ക് ഉണ്ടായിരുന്നില്ല. അത് ഒരുക്കി തന്ന MEC7 ഒരു ബിഗ് സല്യൂട്ട്. കാരണം എപ്പോഴും ഞാൻ എല്ലാ MEC7 ക്ലാസ്സിലും പറയുന്ന ഒരു കാര്യമാണ്, ഒരു ഗ്രൂപ്പായിട്ട് എന്ത് ചെയ്താലും അതിന് റിസൾട്ട് 2 ഇരട്ടിയാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കാൻ പോയി നോക്കി നോക്കൂ, നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കി നോക്കൂ, ചിലപ്പോൾ 2 ദിവസം എന്തെങ്കിലും കാരണം കൊണ്ട് പോകാൻ കഴിഞ്ഞില്ല, മടി പിടിക്കും, ഇനിയിപ്പോൾ നോക്കാം, ഒരാഴ്ച കഴിഞ്ഞിട്ട് നോക്കാമെന്ന്. നേരെ തിരിച്ച് നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ, നിങ്ങളെ ഒരു ദിവസം കണ്ടില്ല എന്നുണ്ടെങ്കിൽ അന്വേഷിക്കാൻ 4 പേരുണ്ട്, അവർ നിങ്ങളെ ഒന്ന് നിർബന്ധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ പോയില്ലെങ്കിൽ അവരുടെയും കൂടി പോക്ക് മുടങ്ങുന്നുണ്ടാകുമ്പോൾ അതൊരു ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്തിട്ട് പലപ്പോഴും നമ്മൾ പോവും. ഇതേ വേണ്ടുള്ളൂ ലൈഫിൽ. എപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു താങ്ങായി പോയാൽ അത് ആരോഗ്യത്തിനും മനസ്സിനും ഒക്കെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ MEC7 എന്നുള്ള ഈ ഒരു ഓർഗനൈസേഷൻ എനിക്ക് ഏറ്റവും വലിയ, പിന്നീടാണ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് MEC7 ഓർഗനൈസിങ് കമ്മിറ്റി അവരൊക്കെ പലരും എന്നെ അപ്രോച്ച് ചെയ്തപ്പോൾ ഞാൻ അറിയുന്നത്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ രീതിയിൽ ഒരു വലിയൊരു കയ്യടി കൊടുക്കേണ്ടത് ഇതിൻ്റെ പിന്നിലത്തെ ഒരു ബ്രെയിൻ ഡോക്ടർ സലാഹുദ്ദീനാണ്. കാരണം ഒരു പൈസ വാങ്ങാതെ ഇങ്ങനെ ഒരു സംഭവം നാട്ടിലേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ചാരിറ്റി എന്ന് പറയുന്നത് കാശില്ലാത്തവന് ഒരു 10,000 രൂപ 1,00,000 രൂപ കൊടുക്കുന്നതല്ല എന്ന് ഞാനൊരു ഡോക്ടർ എന്നുള്ള രീതിയിൽ പറയും. ചിലപ്പോൾ അതൊരു അത്യാവശ്യ ഘട്ടത്തിന് കാശ് തന്നെ വേണം, പക്ഷെ കാശ് കൊണ്ടും വാങ്ങാൻ കഴിയാത്തൊരു കാര്യമാണ് ആരോഗ്യം. അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരണ്ടെങ്കിൽ ഇതിൻ്റെ അപ്പുറം ദൈവത്തിൻ്റെ മുന്നിൽ വേറൊരു കടമില്ല, തീർന്നുമല്ല, എല്ലാം ഈ ഭൂമിയിൽ തീർത്തിട്ടാണ് അദ്ദേഹം പോകുന്നത് നമുക്ക് പറയാം. അപ്പോൾ ഒരു വലിയ സല്യൂട്ട്. അദ്ദേഹം ഇവിടെ ഇല്ല, ഉണ്ടെങ്കിൽ നേരിൽ കണ്ട് പറഞ്ഞേനെ. എന്നും MEC7 ഇങ്ങനെ തന്നെ നമ്മുടെ നാട്ടിൽ നിലനിർത്തണം. ഞങ്ങൾ ഡോക്ടർമാർക്ക് പണി ഇത്തിരി കുറയും, അത് നല്ല കാര്യമാണ്. ഞാനെന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ഒരു പേഷ്യൻ്റ് നമ്മുടെ അടുത്തേക്ക് ഷുഗറൊക്കെ കുറഞ്ഞ് നല്ല സെറ്റായി, അവരുടെ ഷുഗറിൽ മാത്രമല്ല അവരുടെ മനസ്സിലും ആരോഗ്യത്തിലുള്ള ഒരു എനർജി ഇല്ലേ, MEC7 പോയിട്ട് ഉള്ള ആൾക്കാരുടെ സ്വഭാവത്തിൽ ഞാൻ കണ്ട മാറ്റം പോലും ഭയങ്കര ചേഞ്ച്, ഭയങ്കര എനർജിയായി, ഭയങ്കര ഉഷാറായി, ഭയങ്കര എല്ലാവരായിട്ടും നന്നായി ഇടപഴകണു, സംസാരിക്കണു. മുട്ടുവേദന പറഞ്ഞ ആൾക്കാർക്ക് പിന്നെ മുട്ടുവേദനയേ ഇല്ല, നടുവേദനയാണ്, ഇത് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ കാണാം. പിന്നെ പറയണു എത്രയോ കാലമായിട്ട് ഞങ്ങളുടെ തന്നെ ഹോസ്പിറ്റലത്തെ ഒരു ഡയറക്ടറുടെ ഭാര്യയാണ്, അവർക്ക് ആമവാദമാണ്, ഒരുപാട് ഇഞ്ചക്ഷൻസ് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് വാദം വളരെ മോശമായ ഒരു വ്യക്തിയാണ്. അവർ MEC7 പോകാൻ തുടങ്ങിയതിന് ശേഷം എത്ര ആക്റ്റീവാന്നുള്ളത്, കാരണം അവർ ജോയിൻസ് പലതും വാദം കാരണം നശിച്ചു പോയിരിക്കുന്നു. എന്നിട്ട് പോലും അവർ MEC7 പോയി പതുക്കെ, പെട്ടെന്നൊരു സുപ്രഭാതം കൊണ്ട് നടന്നിട്ടില്ല. അവർ പോയി ആദ്യമൊന്നും അവരെ കൊണ്ട് കഴിഞ്ഞിരുന്നില്ല, പതുക്കെ ഒരു 6 മാസം കൊണ്ട് ഭയങ്കര ചേഞ്ച് അവരിൽ കണ്ടത്. സോ നിങ്ങളിൽ പലർക്കും പല രോഗങ്ങളും ഉണ്ടാവും. തുടക്കത്തിൽ പോയ ഉടനെ ചിലപ്പോൾ ചിലതൊക്കെ ഒന്ന് കൂടിയ മാതിരി തോന്നും, പ്രത്യേകിച്ച് വേദനകൾ. പക്ഷേ അത് എന്ന് വെച്ചിട്ട് അതൊരു നിങ്ങൾക്ക് ആദ്യം ഇത്രേ ചെയ്യാൻ കഴിയുള്ളൂ എന്നുണ്ടെങ്കിൽ അത്ര ചെയ്താൽ മതി, പക്ഷെ നിർത്തരുത്. തുടർച്ചയായി ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം നോർമലി അതൊരു ശരീരത്തിൻ്റെ ഒരു, നമ്മുടെ ശരീരം അങ്ങനെയാണ്, എന്തൊരു സിറ്റുവേഷൻ അനുസരിച്ചും അത് പിന്നെ പതുക്കെ അഡ്ജസ്റ്റ് ചെയ്യും. നമ്മളാണെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ 2 ദിവസത്തെ വേദനയിൽ അതവിടെ വെച്ച് നിർത്തി വെക്കും.
അതൊരിക്കലും ചെയ്യരുത്. നിങ്ങളുടെ മെക്സെവൻ്റെ ടീമിനോട് പറഞ്ഞ് കാരണം ഞാൻ നോക്കിയൊരു നല്ല കാര്യം, ഈ ടീം എപ്പോഴും ഡോക്ടർമാരായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അവർക്ക് വരുന്ന സംശയങ്ങൾക്കൊക്കെ അവർ ഡോക്ടർമാരായിട്ട് ബന്ധപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് വെക്കണു. അതിലൊരു മെഡിക്കൽ നമ്മൾ നാട്ടിൽ കാണുന്ന വിവരമില്ലാതെ നടത്തുന്ന ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവരത് വളരെ സയൻറ്റിഫിക്കായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് ഇൻവോൾവ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു മെക്സെവൻ്റെ ഒരു വലിയ ഗുണമായിട്ടാണ് കാണുന്നത്. ഇവർ വേറൊരു ഗ്രൂപ്പ്, ഇത് വേറൊരു ഗ്രൂപ്പ്, അങ്ങനെയൊന്നുമില്ല. ജനങ്ങളുടെ ഒരു ആരോഗ്യം എന്ന് മാത്രമേ ഇതിൽ കരുതുന്നുള്ളൂ. ഒരുപാട് പേരെ വെള്ള കളർ ജാക്കറ്റിൽ മെക്സെവൻ്റെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അടുത്ത പ്രാവശ്യം ഇതിലും കൂടുതൽ ഈ മെക്സെവൻ്റെ യൂണിഫോമിൽ ഇവിടെ ഇതിലും കൂടുതൽ ആൾക്കാരെ കാണാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. എനിക്കൊരു ആഗ്രഹം കൂടിയുണ്ട്. ഈ മെക്സെവനിൽ ഞാനിപ്പോൾ ഇവിടെ കുറേ മെക്സെവനെ കുറിച്ച് പറഞ്ഞു. ഞാൻ പറയുമ്പോൾ ഇതിൻ്റെ എക്സസൈസിൽ ഭാഗമല്ല, പക്ഷെ കണ്ടത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ അംഗമായ ഭാഗമായ ചിലർക്ക് ആർക്കെങ്കിലും അവരുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ കഴിയുമോ? സെഷൻ നിൽക്കുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ അതിനായിട്ടൊരു പ്രത്യേക സെഷൻ ഉണ്ട് ഇത്ര. അപ്പം പിന്നെ അപ്പം ഞാൻ കേട്ടോളാം. ഇതിലൊരുപാട് പരിചയമുള്ള മുഖങ്ങളുണ്ട്. അപ്പോൾ ഒരു സന്തോഷമുണ്ട്. കാരണം നമുക്ക് അറിയണ ആൾക്കാരൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാവണം എന്നാണ് ഞാൻ വിചാരിക്കുക. അത്രയും ആരോഗ്യപരമായിട്ട് പോയാൽ നിങ്ങളെയൊക്കെ ചിരിച്ചിട്ട് അവിടെ കാണുമ്പോൾ തന്നെ സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും നന്ദി, നമസ്കാരം.